ഇത് എൻ്റെ എയർപോർട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര മഴയായിരുന്നു. പിന്നെ രാത്രിയല്ലേ, യാത്ര പോകുമ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയത്. എന്തൊരു ഭംഗിയാണ് നമ്മളെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് കാണാൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയൊക്കെ നല്ല ലൈറ്റുകളുടെയൊക്കെ നല്ല പല വർണ്ണങ്ങളിലുള്ള ലൈറ്റുകളും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഇങ്ങനെ എയർപോർട്ടിലേക്ക് ഇങ്ങനെ എത്തും തോറും ഫോക്കസ് ചെയ്തിട്ട് നല്ല ഭയങ്കര രസമുണ്ടായിരുന്നു എയർപോർട്ടൊക്കെ ഇങ്ങനെ കാണാൻ. കുറേ ആൾക്കാരുണ്ടായിരുന്നു, പോകുന്നവരും വരുന്നവരായിട്ട്. കുറച്ച് നാളായിട്ട് കഴിഞ്ഞ തവണ ഞാൻ എയർപോർട്ടിൽ പോകുമ്പോൾ പാസഞ്ചറൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്രാവശ്യം രാത്രിയായിട്ടും എന്തോരാൾക്കാരെന്നാ എയർപോർട്ടിൽ. അങ്ങനെ ഞങ്ങളിങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ നടന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നടന്ന് എവിടെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് അങ്ങനെ ഇറങ്ങി പുറത്ത് നിന്ന് ഞാനിങ്ങനെ വീഡിയോ എടുക്കണ തിരക്കില്ല. മൂപ്പര് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എന്താ ഈ രാത്രി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണത് എന്ന് വിചാരിച്ചു. ഞാനൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നത്. ഞാനിങ്ങനെ നടന്ന് നല്ലോണം ആസ്വദിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നടന്ന് ഇങ്ങനെ മിക്ക പറഞ്ഞാൽ എന്നോടൊരു മസാല ദോശ തിന്നാന്ന്. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് വിലങ്ങനെ നടക്കുകയാണ്. വണ്ടികളൊന്നും പോകാത്ത സ്ഥലമില്ലായിരുന്നു, അപ്പം ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു പാവം ചേച്ചി അവിടെ നടക്കുന്നുണ്ടായിട്ടാ. അതിനെ കണ്ട് ഞാൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അങ്ങനെ നടന്ന് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇപ്പം രാത്രി അടുത്തൊന്നും ഞാൻ എയർപോർട്ടിൽ പോയിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി എനിക്കുണ്ടായിരുന്നു. എനിക്കിങ്ങനെ നടക്കണ്. ദോശ തിന്നാനുള്ള കൊതിയുണ്ട്. രാത്രിയല്ലേ, നല്ല ചൂടുള്ള ചായയും കുടിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ മൂപ്പര് പോവാണ്. അങ്ങനെ ഇങ്ങനെ പോവാണ്. അങ്ങനെ പോകുമ്പോഴല്ലേ ഒരു ചേച്ചിനെ കണ്ടത്. നമ്മൾ ചേച്ചിയോട് കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ്, പാവം ചേച്ചി അങ്ങനെ അങ്ങോട്ട് പോകണുണ്ട്. ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് വെച്ച് എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ പുറത്ത് ഉള്ളൊരു ഹോട്ടലിലേക്ക് ഞങ്ങൾ നടക്കണത്. ആ ഹോട്ടലിലേക്ക് ഇങ്ങനെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുക, ഇത് സ്റ്റാഫുകൾക്ക് മാത്രമുള്ള ഭക്ഷണമുള്ളൂ, ആൾക്കാർക്കൊന്നും വേറെ ഇല്ലയെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു വിഷമായി. ഞങ്ങളെന്തായാലും സുഖമായിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു ഉള്ളിവടയും ഒരു റൊട്ടിയും 2 കട്ടൻ ചായയും കഴിച്ച്. പക്ഷേ ഒരു റൊട്ടിക്ക് 10 രൂപ ഉള്ളിടത്തൊക്കെ 40 രൂപയാണ്. ഉള്ളിവടക്ക് 50 രൂപയാണ്. ഞാൻ ഉള്ളിവട കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറത്തു കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടെ വലിയൊരു ഉരുളി ഇരിക്കുന്നുണ്ടായിരുന്നു. ഉരുളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളി തന്നെയല്ലേ പറയുക, വലിയൊരു വാർപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് താമര. എന്തൊരു ഭംഗിയാണ്. ഫുള്ള് രാത്രിയായപ്പോഴേ മഴ പെയ്തിട്ട് ഫുള്ള് വെള്ളവും താമര ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു. താമര വിരിഞ്ഞതൊന്നുമല്ല, അപ്പോൾ അങ്ങനെയൊക്കെ കൂമ്പി നിൽക്കണ്ടാ. ചുറ്റും പോകണം, വെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലമല്ല, പൂക്കളൊന്നുമില്ല. നല്ല ഭംഗിയുള്ള താമരക്കുളം. എനിക്ക് കണ്ടിട്ട് പുതിയതായിട്ട് പണ്ടായില്ല അല്ലേ, നല്ല രസമില്ല കാണാൻ. എന്തൊരു ഭംഗി. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ നടന്ന് ഇങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി. അവിടെ കയറിയപ്പോൾ അവിടെ നല്ല രസം. എയർ ഹോസ്റ്റസ്മാരും ഇവരൊക്കെ ആയിട്ട്